പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ദേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ. എൻ്റെ പേര് മഞ്ജിത. ഞാൻ പാലക്കാട് ചിറ്റൂരാണ് താമസിക്കുന്നത്. ജീവിത പങ്കാളി ഒരു ഓറൽ ഇംപ്ലാന്റോളജിസ്റ്റാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാലയെക്കുറിച്ചുള്ള ബോധ്യം ബാല്യകാലത്തിൽ തന്നെ അറിയാൻ ഇടയായത് എൻ്റെ കുടുംബ സാഹചര്യമാണ്. മാതാപിതാക്കൾ വെളുപ്പിനെ എഴുന്നേറ്റ് ജപമാലയിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആ ഒരു ഭക്തി കണ്ടാണ് ഞങ്ങൾ വളർന്നത്. കുടുംബ പ്രാർത്ഥന ഒത്തിരി സജീവമായിരുന്നു. അങ്ങനെ ജപമാല ചെറുപ്പം തുടങ്ങി ചെല്ലുന്ന ഒരു ശീലം, പ്രത്യേകിച്ച് യാത്രകളിലൊക്കെ സമ്പൂർണ്ണ ജപമാല ചൊല്ലിയിട്ടാണ് മറ്റ് വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. അങ്ങനെ ഒരു കുടുംബ സാഹചര്യത്തിലായിരുന്നുകൊണ്ട് തന്നെ ഞാനും ആ ഒരു ജപമാലയോട് ചേർന്ന് വളരാനായിട്ട് ഇടയായി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടി അണയുകയും പരിശുദ്ധ അമ്മയോട് ജപമാലയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ സ്ഥിരം ഒരു അനുഭവമായിരുന്നു. മാതാവിനെ മുറുക്കെ പിടിച്ചാൽ ഒരു അപകടം ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോഴും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കൊടുക്കാനും അമ്മയുടെ നീല കാപ്പയുടെ ഉള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കാനും ഞാൻ നിരന്തരം ശ്രമിക്കുമായിരുന്നു. അങ്ങനെ മാതാവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഒത്തിരി വഴിതെറ്റി പോകാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴും ആ ഒരു വിശുദ്ധിയിൽ ആയിരിക്കാനും പരിശുദ്ധ അമ്മയുടെ ആ ഒരു മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാനും ഒക്കെ ജപമാല എന്നെ ഒത്തിരി സഹായിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിതത്തിൻ്റെ ബാല്യകാലമൊക്കെ കഴിഞ്ഞ് ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നീട് ആ ഒരു സമയത്ത് ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞാൻ വിവാഹാന്തസ ആണ് എനിക്കുള്ളിലൊരു പ്രേരണ കിട്ടിയതെന്ന ഒരു തിരിച്ചറിവായ പ്രായത്തിൽ ഞാൻ മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാലയിൽ പ്രാർത്ഥിച്ചു, ഈശോയെ അറിഞ്ഞ ഒരു വ്യക്തിയെ എനിക്ക് തരണം, ആ വ്യക്തി എവിടെയാണെങ്കിലും ആ വ്യക്തിയെ പൊതിഞ്ഞു പിടിക്കണം, മറ്റ് പാപങ്ങളിലൊന്നും വീഴാതെ പൊതിഞ്ഞു പിടിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചിരുന്നു. അങ്ങനെ മറ്റ് തെറ്റായ പ്രേമബന്ധങ്ങളിലോ സ്നേഹബന്ധങ്ങളിലോ ഒന്നും പെടാതെ മാതാവിൻ്റെ ആ ഒരു ജപമാലയോടുള്ള ഭക്തി മൂലം വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ ഒത്തിരി സഹായിച്ചു. പ്രത്യേകിച്ച് എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴും, പഠിക്കുന്ന സമയത്ത് ഞാൻ MSc ഒരു ഹോസ്റ്റലിൽ ആണ് പഠിച്ചത്. ആ സമയത്തും ചാപ്പലിൽ പോയിരുന്ന ജപമാലയിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ഒക്കെ ഉള്ള കൃപ ഈ ജപമാലയിലൂടെ എനിക്ക് ലഭിച്ചു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയെ അറിഞ്ഞ, എന്നേക്കാളും തീക്ഷ്ണതയോടുകൂടെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് എനിക്ക് ജീവിത പങ്കാളിയായിട്ട് ലഭിച്ചത്. ആൾ ജീസസ് യൂത്തിൽ ഒത്തിരി ആക്റ്റീവായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടി നടന്ന് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ, ഈശോയെ അറിഞ്ഞ ഒരു വ്യക്തിയെ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലഭിക്കുകയും ഞങ്ങൾ ആദ്യം തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിച്ചത് ദൈവിക കാര്യങ്ങളായിരുന്നു. ദൈവാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ പരസ്പരം സംഭാഷണം നടത്തിയത്. അങ്ങനെ ആ ഒരു ദൈവികമായൊരു ആകർഷണം, ആ ഒരു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചൊരുങ്ങിയതിൻ്റെ ശരിക്കും ഒരു ഇടപെടൽ ആദ്യത്തെ ആ ഒരു കണ്ടുമുട്ടിയപ്പോൾ തന്നെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടലിലൂടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ഇടവന്നത്. ഇങ്ങനെ ഒത്തിരി ചെറുപ്പം തുടങ്ങി എൻ്റെ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുന്ന സമയം വരെ പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു ജപമാല ഭക്തിയിൽ വളരാനും അതിലൂടെ ഒത്തിരി കൃപകൾ അനുദിന ജീവിതത്തിൽ പ്രാപിക്കാനും, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ഒരു കെൽപ്പ് എനിക്ക് ലഭിച്ചത് ഒരുപക്ഷെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോഴും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ വലയത്തിൽ പൊതിഞ്ഞു പിടിക്കുമ്പോൾ എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന അനുഭവം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ ജപമാല എന്നും എൻ്റെ തുണയും ശക്തിയുമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വസന്തത്തിൻ പനിനീപ്പു പോലെ നീർച്ചാലിനരികളിൽ പോലെ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങി മാതാവിൻ്റെ വലിയ ഇടപെടൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഒരു ലോകത്തിൻ്റെ ഒരു വഴിയിൽ നിന്ന് ഞങ്ങളെ പറിച്ചു മാറ്റുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചത്. കാരണം സ്വാഭാവികമായിട്ടും വിവാഹജീവൻ കഴിക്കുന്ന എല്ലാവർക്കും ആദ്യകാലങ്ങളിൽ തന്നെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ സാധിക്കുകയും അവരവരുടേതായിട്ടുള്ള സന്തോഷങ്ങളിലും ലോകത്തിൻ്റെ ആ ഒരു ആഘോഷങ്ങളിലൊക്കെ ആയി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ പൊതിഞ്ഞു പിടിക്കുകയും വലിയൊരു ഞെരുക്കങ്ങളുടെ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടവരുത്തുകയും ചെയ്തു. അത് വലിയൊരു ദൈവപരിപാലനയായിട്ട് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ ആദ്യകാലങ്ങളിൽ ഞാൻ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാനൊരു കോളേജിൽ വിമല കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞിനെ കൺസീവ് ചെയ്ത് വളരെ ദാഹത്തോടുകൂടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ ഒരു കുഞ്ഞിനെ സ്വീകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ആദ്യത്തെ കുഞ്ഞ് മിസ്കാരേജ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം കുഞ്ഞിനോടൊക്കെ സംസാരിക്കുകയും കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് പെട്ടെന്ന് ആ കുഞ്ഞങ്ങ് ഇല്ലാതാകുന്നൊരവസ്ഥ ഭയങ്കര ഒരു സഹനമായിരുന്നു. അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഡോക്ടേഴ്സൊക്കെ പറയുന്നതനുസരിച്ച് മെഡിസിനൊക്കെ എടുത്ത് വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങി ജപമാലയിൽ പ്രത്യേകമായിട്ടൊക്കെ പ്രാർത്ഥിച്ച് വീണ്ടും കൺസീവ് ചെയ്തു. രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ജോലിയെല്ലാം മാറ്റിവെച്ച് കംപ്ലീറ്റ് റെസ്റ്റൊക്കെ എടുത്ത് മെഡിക്കൽ സയൻസ് പറയുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടാമത്തെ കുഞ്ഞ് മിസ്കാരേജ് ആയിട്ട് പോയത്. 2 കുഞ്ഞുങ്ങൾ മിസ്കാരേജായി പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി വേദനയും സങ്കടമൊക്കെ തോന്നി. എങ്കിലും മാതാവിനെ മുറുക്കെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജപമാലയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. 2 പേരും ചേർന്ന് ജപമാലയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാമത് ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് ഇടവന്നു. മൂന്നാമത്തെ പ്രഗ്നൻസിയിലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു 2 മാസമൊക്കെ ആയപ്പോൾ അതും മിസ്കാരേജായിട്ട് പോയി. അപ്പോൾ 3 കുഞ്ഞുങ്ങൾ അടുപ്പിച്ച് മിസ്കാരേജായി പോയി കഴിഞ്ഞപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. മറ്റുള്ളവർക്കൊക്കെ എൻ്റെ കസിൻസിനൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഉണ്ടാകുന്നു, അവർക്കൊന്നും ഇങ്ങനെ ഒരു മിസ്കാരേജ് ഇല്ല, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്കാരേജ് എന്നൊക്കെ ഒരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായത്. പക്ഷേ ആ 3 മിസ്കാരേജ് കഴിഞ്ഞപ്പോൾ ഒത്തിരി പാകപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു. ആ ഒരു ഞെരുക്കങ്ങളിലൂടെ മാതാവ് എന്നെ അടുത്തൊരു വലിയ ദൗത്യത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോവുകയും ആ ധ്യാനത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞങ്ങളുടെ 2 പേരുടെയും മിടുക്ക് കൊണ്ടോ മെഡിക്കൽ സയൻസ് പറയുന്ന ഫിറ്റ്നസ് കൊണ്ടോ ഒരു കുഞ്ഞ് രൂപപ്പെടുകയില്ല, നിനക്ക് മാത്രമേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ സറണ്ടർ ചെയ്ത് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നത് പോലെ ഞാൻ എന്നെ അങ്ങ് സറണ്ടർ ചെയ്ത സമയത്ത് ആരാധന ലീഡ് ചെയ്യുന്ന ബ്രദർ പറഞ്ഞു, സെൽഫ് അബോർഷൻ നടക്കുന്ന മകൾക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ആ സമയം, ആ ഒരു മൊമെൻ്റ് ഒരുപക്ഷെ ഞാൻ ആ ഒരു പാകപ്പെടലിന് വേണ്ടി ആയിരുന്നിരിക്കാം എന്നെ ഇങ്ങനെ ഒരു ഞെരുക്കങ്ങളിലൂടെ കടത്തിവിടാനായിട്ട് ഇടയായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ മിസ്കാരേജ് കഴിഞ്ഞ് ഞാൻ കൺസീവ് ചെയ്തു. കൺസീവ് ചെയ്ത് വളരെ പ്രാർത്ഥനയോടെ ആ ഒരു സമയത്ത് ആയിരിക്കാനായിട്ട് സാധിച്ചു. പ്രഗ്നൻസിയിൽ മുഴുവനും ഞങ്ങൾ ഒരുമിച്ച് ജപമാലയിൽ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടെയാണ് ആ പ്രഗ്നൻസിയിൽ, ആദ്യത്തെ 3 പ്രഗ്നൻസിയേക്കാളും കൂടുതൽ പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടമായിരുന്നു ഈ 4ാമത്തെ പ്രഗ്നൻസി. ആ 4ാമത്തെ പ്രഗ്നൻസിയിലാണ് 4 മാസമായപ്പോൾ എനിക്ക് ചെറിയൊരു ബ്ലീഡിങ്ങിൻ്റെ ഒരു ടെൻഡൻസി, ആ ഒരു അവസ്ഥ കടന്നു വന്നു. അപ്പോൾ ഒത്തിരി വേദന തോന്നി. അങ്ങനെ ഈ ഒരു കുഞ്ഞും എടുക്കപ്പെടുകയാണോ, ഇത് ഇങ്ങനെ ഒരു സഹനമാണോ ഇനി മുന്നോട്ട് എന്നുള്ള ഒരു ആദിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒത്തിരി ശക്തമായിട്ട് അന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള പാരൻസും അതുപോലെ എൻ്റെ വീട്ടിലുള്ളവരും പാരൻസും എല്ലാവരും ആ രാത്രി മുഴുവനും, വൈകിട്ടാണ് ഒരു ബ്ലീഡിങ് കണ്ടത്, രാത്രി മുഴുവനും ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. വേറൊന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയ ഒരു കെയർ കിട്ടാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് രാവിലെ ആവുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ജപമാലയിൽ ആ രാത്രി പ്രാർത്ഥിക്കുമായിരുന്നു, ജാഗരണ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ രാവിലെ ഡോക്ടറിനെ പോയി കണ്ടു, സ്കാനിങ് ചെയ്തു. വളരെ അത്ഭുതകരമായിട്ട് ഡോക്ടർ പറഞ്ഞു, ഫീറ്റസിന് എംബ്രിയോയ്ക്ക് ഒരു കുഴപ്പമില്ല, അത് ബേബിയുടെ ഒരു ഭാഗവും ബ്ലീഡിങ്ങിൽ ഒന്നും അപകടം വന്നിട്ടില്ല, എംബ്രിയോ പ്രോപ്പറാണ്. അപ്പം അങ്ങനെ വലിയൊരു മിറക്കിളാണ് അന്ന് രാത്രി ആ ജപമാലയിലൂടെ കുടുംബത്തിന് മുഴുവനും ജപമാലയുടെ ഒരു ആഴം അനുഭവിക്കാനും ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി തിരിച്ചറിയാനും കിട്ടിയ ഒരു അസുലഭ അവസരമായിട്ട് അത് മാറി. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് പിന്നീട് കംപ്ലീറ്റ് ആ ഒരു പ്രഗ്നൻസിയുടെ ടേം കുഴപ്പമൊന്നുമില്ലാതെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഡെലിവറിയുടെ സമയം വന്നു, ആശുപത്രിയിൽ അഡ്മിറ്റായി.
അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് സ്വർഗം അനുഗ്രഹിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൻ്റെ അടയാളമായിട്ട് എന്നതുപോലെ ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്ന് തന്നെ ആ ഡെലിവറി നടക്കാനും അത് ഒരു സാക്ഷ്യമാകാനുമായിട്ട് ദൈവം ഇടവരുത്തി. അത് ഞങ്ങൾ ആ കുഞ്ഞിന് ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥത്തിൽ ജോൺ എന്നാണ് ഞങ്ങൾ മോന് പേരിട്ടത്. മകനിപ്പോൾ ഫസ്റ്റ് ഇയർ BDSന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ആ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ കുടുംബജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ സ്വീകരിക്കേണ്ടത് കർത്താവിൻ്റെ കൈകളിൽ നിന്നാണെന്നും ഒരു കുഞ്ഞിനെ അപ്പനും അമ്മയും ആദ്യം ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നും പ്രാർത്ഥിച്ചൊരുങ്ങി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്നുമുള്ള വലിയ ഒരു രഹസ്യം ഞങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. വീണ്ടും പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി. പിന്നെയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനൊന്നും പെട്ടെന്നൊന്നും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞാണ് വീണ്ടും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഒത്തിരി പ്രാർത്ഥിച്ച് പ്രഗ്നൻസിയിൽ മുഴുവൻ പ്രാർത്ഥിച്ച് വളരെ നോർമലായിട്ട് രണ്ടാമത് ഒരു മോളെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ 2 മക്കളായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് അപ്പം ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു, വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെ ഞങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു പ്രഗ്നൻസിയും കൂടെ വന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോൾ അത് ട്യൂബിലാണ് പ്രഗ്നൻസി എന്നറിയുകയും അത് ട്യൂബ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ട്യൂബുലാർ പ്രഗ്നൻസിയിലൂടെ ഒരു മിസ്കാരേജും കൂടെ എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോഴും കർത്താവിനെ മുറുക്കെ പിടിക്കാൻ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തി ഞങ്ങളെ ബലപ്പെടുത്തി. ആ സഹനങ്ങളിലെ നിമിഷങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഞങ്ങൾക്ക് വലിയൊരു ബലമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ജപമാലയിൽ പ്രാർത്ഥിച്ചു. വീണ്ടും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു ഒരുങ്ങി. ഞങ്ങൾ ആ ഒരു ഘട്ടം കഴിഞ്ഞ് 3ാമത് ഒരു കുഞ്ഞിനെയും കൂടെ ഞങ്ങൾക്ക് ഈശോ നൽകി. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം വഴിയായിട്ട് അങ്ങനെ 3 കുഞ്ഞുമക്കളെ ഈശോ ഞങ്ങൾക്ക് നൽകി. പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഓരോ പ്രഗ്നൻസിയിലും അനുഭവിക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകമായിട്ട് ഈ 3 പ്രഗ്നൻസിയിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആയിരിക്കാനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയായ ജപമാല പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവമനുഷ്യ സ്നേഹഗീത എന്ന പുസ്തകത്തിലെ ആ ഒരു മരിയ വാൾത്തോർത്തയ്ക്ക് ലഭിച്ച ദൈവീയ വെളിപ്പെടുത്തലിൻ്റെ പുസ്തകത്തിൽ 2ാമത്തെ വോളിയം പരിശുദ്ധ അമ്മയുടെ പ്രഗ്നൻസിയെ പറ്റി പ്രതിപാദിക്കുന്ന ആ ഒരു പുസ്തകം 3 കുഞ്ഞുങ്ങളുടെയും പ്രഗ്നൻസി പീരീഡിൽ വായിക്കാനും അങ്ങനെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുത്ത് ആയിരിക്കാനും കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാനും കൂടുതൽ ജപമാല ചെല്ലാനും വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിച്ചൊരുങ്ങാനും ഒക്കെ ഈ ഒരു കാലഘട്ടം എനിക്കൊരു ധ്യാനം കൂടുന്ന ഒരു അനുഭവമായിരുന്നു. ഓരോ പ്രഗ്നൻസിയും അത് വലിയൊരു തിരിച്ചറിവും ബോധ്യവും, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ ജീവൻ്റെ വില എന്താണെന്നും പ്രത്യേകിച്ച് ഒത്തിരി മക്കൾ അബോർഷനിലൂടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുമ്പോൾ എനിക്ക് ഈ ജീവൻ്റെ വില എന്താണെന്നുള്ള ഒരു ബോധ്യം സ്വർഗം എന്നെ പഠിപ്പിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയിലൂടെ. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ദാനമാണെന്നും ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം അത് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴാണ് കൂടുതൽ പ്രകടമാകുക എന്നുമൊക്കെ പരിശുദ്ധ അമ്മ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രഗ്നൻസിയുടെ ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. പക്ഷേ മറ്റ് ജോലിയും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോയില്ല. ഞാൻ ഈ ഒരു ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കാലഘട്ടത്തിൽ ജോലിയിൽ നിന്നൊക്കെ മാറി കോളേജിൽ പഠിപ്പിക്കാൻ പിന്നെ പോയില്ല. 2ാമത്തെ മോളായ സമയത്താണ് ഞാൻ +2 സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോയി. അങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പ്രെയർ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഉച്ച സമയത്ത് കുറച്ച് സമയം ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുകയും അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം വഴിയായിട്ട് ആ സ്കൂളിൽ തുറന്നു കിട്ടുകയും അങ്ങനെ ഒത്തിരി മക്കൾ വിജാതീയരായിട്ടുള്ള മക്കളൊക്കെ പ്രാർത്ഥിക്കാൻ കടന്നു വരികയും അങ്ങനെ അതൊരു ശുശ്രൂഷ മേഖലയിലേക്കുള്ള ഒരു ആദ്യത്തെ ഒരു പടിയായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രാർത്ഥനാ കൂട്ടായ്മ കാരണമായി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട റെനി പുലുകാലച്ഛനും ടീമംഗങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്ക് വന്ന് ശുശ്രൂഷ ചെയ്യുവാനും അച്ഛൻ്റെ ടീമിൻ്റെ കൂടെ ചേർന്ന് ശുശ്രൂഷകൾ ചെയ്യാനും ഒക്കെ ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ അവസരം പരിശുദ്ധമ്മയുടെ വലിയ മധ്യസ്ഥം വഴിയായിട്ട് നടക്കാനും ഇടവന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്ഥാപനത്തിലായിരിക്കുമ്പോഴും അവിടെയും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന വളരെ ആഴമായിട്ട്
പ്രാർത്ഥിക്കാനും ഒരു ജപമാല ഭക്തിയിൽ ആഴപ്പെട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രകടമായിട്ടുള്ള അത്ഭുതങ്ങളും ഒത്തിരി വളർച്ചയും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ ഭവനത്തിലും ഒക്കെ സംഭവിക്കാനായിട്ട് ഇടവന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ആദ്യകാലങ്ങളിലാണ് ഞങ്ങൾ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങണമെന്ന് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ആദ്യത്തെ കുഞ്ഞായി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയോട് ജപമാലയിൽ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പള്ളിയുടെ ഏറ്റവും അടുത്ത് ഒരു സ്ഥലം വാങ്ങാനും വീടോടുകൂടെ വാങ്ങാനും പള്ളിയിൽ നടന്നു പോകാവുന്നത്ര ദൂരത്തിലായിരിക്കാനും അപ്പം വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു നല്ല സൗകര്യമുള്ള ഒരു ഭവനം വാങ്ങാനും ഒക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഇടവന്നു. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മുതൽക്കൂട്ടായി. കാരണം കുടുംബം ഒരുമിച്ച് ദേവാലയത്തിൽ നിന്നും പോകാനും ആ ഒരു ഇടവകയോട് ചേർന്ന് നിൽക്കാനും പ്രാർത്ഥനയിൽ ആഴപ്പെടാനും ഒക്കെ ഞങ്ങൾക്ക് ആ ഭവനം ലഭിച്ചത് ഒരു കാരണമായി. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങൾ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈശോയുടെ വലിയ ഒരു തെരഞ്ഞെടുപ്പും വിളിയുമാണ് ശുശ്രൂഷ ജീവിതമെന്ന് പരിശുദ്ധ അമ്മ വലിയ ബോധ്യം നൽകുകയായിരുന്നു. സാധാരണ ഒരു കുടുംബജീവിതം നയിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലയളവിലാണ് ശുശ്രൂഷ മേഖലയിലേക്ക് വാതിൽ തുറന്നു തന്നുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തിയത്. സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ബ്രാഞ്ച് പോലെ പ്രവർത്തിക്കുന്ന മരിയൻ റിന്യൂവൽ സെൻറ്ററിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് വലിയൊരു അവസരം പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം വഴിയായിട്ട് ലഭിക്കുകയായിരുന്നു. ആ ടീമിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോഴും എനിക്ക് വലിയ ആരംഭദശയിലൊക്കെ ഒത്തിരി ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തുടങ്ങി എനിക്ക് ഒരാൾ അഭിമുഖീകരിക്കാനോ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയുവാനോ ഒക്കെ ഭയങ്കര ഭയമുള്ളൊരു വ്യക്തിത്വമായിരുന്നു. ഞാനൊന്ന് ബൈബിൾ വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൈയൊക്കെ വിറയ്ക്കുന്ന ഒരു അനുഭവമൊക്കെ എനിക്ക് ചെറുപ്പകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയത്തിന് അടിമയായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പങ്കെടുക്കാനിട വന്നപ്പോൾ അന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ മൂലം ഒത്തിരി ജപമാലയെല്ലാമുള്ള ഒരു കൃപ കിട്ടി. ഭൗതികമായ ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്നുള്ള വലിയൊരു ദാഹം എൻ്റെ ഉള്ളിൽ നിറയുകയായിരുന്നു. അപ്പം നിരന്തരം ധ്യാനത്തിൻ്റെ ബ്രേക്ക് ടൈമിലും എല്ലാം ചിലപ്പോൾ ഭക്ഷണം ഉപേക്ഷിച്ച് പോലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓടിപ്പോയി അവിടെ പോയിരുന്ന ജപമാലയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ പരിശുദ്ധ അമ്മ എനിക്ക് നൽകി. ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അതിൻ്റെ അഭിഷേക ആരാധനയുടെ സമയത്ത് ധ്യാനഗുരു ഇങ്ങനെ പറഞ്ഞു, ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒത്തിരി തിടുക്കത്തിൽ ഞാൻ മറ്റ് ശുശ്രൂഷകരുടെ കൂടെ മുന്നോട്ട് കയറി ചെല്ലുകയും ദാഹത്തോടുകൂടെ മറ്റ് ഭൗതികമായ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കാതെ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ധ്യാനഗുരു ഇങ്ങനെ മെസ്സേജ് പറഞ്ഞു, ഈ മകളുടെ മേൽ കർത്താവ് സ്വർണ്ണ മേലങ്കി അണിയിക്കുന്നു, കർത്താവിൻ്റെ ശക്തിയായ ശുശ്രൂഷയായിട്ട് എടുത്ത് ഉയർത്തുന്നു. ശരിക്കും പരിശുദ്ധ അമ്മയോട് ജപമാലയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് തന്ന ഒരു പ്രത്യുത്തരമായിരുന്നു ആ അഭിഷേകം എന്നിലേക്ക് ചൊരിയപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊത്തിരി ശക്തിയോടും ധൈര്യത്തോടും കൂടെ ആ ജനത്തെ അഭിമുഖീകരിക്കാനും വചനം പഠിക്കാനും ലോകത്തെ ഉപേക്ഷിക്കാനും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശുശ്രൂഷാ മേഖലയിലേക്ക് ആവശ്യമായ ഒത്തിരി ആയുധങ്ങൾ എന്നിൽ നിറയപ്പെട്ടത് ആ ഒരു ജപമാല പ്രാർത്ഥനയും ആ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ്. അങ്ങനെ ഞാൻ ശുശ്രൂഷാ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഒത്തിരി കൃപയുടെ ഒരു ജീവിതം നയിക്കാൻ, പ്രത്യേകിച്ച് അത്രയും കാലം ഒരു സാധാരണ കുടുംബിനിയായിട്ട് ജീവിച്ചിരുന്ന ഞാൻ, ടി വിയും സിനിമയും മറ്റു മാധ്യമങ്ങളും കുടുംബം ഒരുമിച്ചൊക്കെ കണ്ടിരുന്ന ഞാൻ, ഇതെല്ലാം ഉപേക്ഷിക്കാൻ, അത് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയും അതേ തീരുമാനം എടുക്കാനും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെയുള്ള ലൗകികമായ എല്ലാ സന്തോഷങ്ങളും വേണ്ട എന്ന് വെക്കാനും പരിപൂർണമായിട്ടും ആ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ വഴിയായിട്ട് ശുശ്രൂഷാ ജീവിതത്തിന് വേണ്ടി ആ ഞങ്ങളെ തന്നെ മാറ്റി നിർത്താനുള്ള ഒരു വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് എനിക്ക് വചനം പഠിക്കാനുള്ള ഒരു വലിയ കൃപ,
വചനത്തിൽ ആഴപ്പെടാനുള്ളൊരു കൃപ, പഠിക്കുന്ന വചനങ്ങൾ ഓർത്ത് പറയുവാനും കണക്ട് ചെയ്ത് ഓരോ വചനങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മറ്റ് ഇണവചനങ്ങളിലേക്കൊക്കെ പോകാനും വചനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ വ്യാഖ്യാനം ലഭിക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ വചനത്തിൽ ആഴപ്പെടാനുള്ള വലിയ കൃപ എനിക്ക് ലഭിച്ചു. അപ്പം ധോണി ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരങ്ങൾ പിന്നെ ലഭിക്കാൻ തുടങ്ങി. വചനം പ്രഘോഷിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ വചനം പ്രഘോഷിച്ച് ആ ഒരു കാലഘട്ടത്തിലാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവിടെ അൽമായർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ധ്യാനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട റെനിയച്ചൻ എന്നോട് പറഞ്ഞു, ഈ തിയോളജി ദൈവശാസ്ത്രം പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ദൈവികമായ കാര്യങ്ങൾ കുട്ടി പ്രഘോഷിക്കുമ്പോൾ അതിനൊരു ആധികാരിക വരാനായിട്ട് അവിടെ ടീമംഗങ്ങളും അവരോട് ചേർന്ന് ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് ഈശോ ഒരു അവസരം തന്നു. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു. കാരണം ആ ഒരു ദൈവശാസ്ത്ര പഠനത്തിലൂടെ ആ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ട വലിയൊരു ആയുധങ്ങൾ അണിയുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ ടീമങ്ങളുടെ അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുകയും അങ്ങനെ ആ ഒരു ടീമിൻ്റെ കൂടെ ചേർന്ന് ഞങ്ങൾ കുറച്ച് പേര് BTH പഠനം പൂർത്തിയാക്കി വിജയപ്രദമായിട്ട് അത് പഠിക്കാനും ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് പഠനത്തിലൊക്കെ ഒത്തിരി ഇടപെടൽ, സ്വർഗത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാനും ഒക്കെ സാധിച്ചു. പഠിക്കാനുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ശുശ്രൂഷയും കുടുംബവും എല്ലാം ഉള്ളപ്പോൾ ഇത് പഠിക്കുന്നത് ഒത്തിരി ഭാരമായിരുന്നെങ്കിൽ പോലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ പഠനമൊക്കെ വളരെ എളുപ്പമാവാനായിട്ട് ഇടവന്നു. അങ്ങനെ BTHന് എനിക്ക് 2nd റാങ്ക് കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും ബഹുമാനപ്പെട്ട റെനിയച്ചൻ പറഞ്ഞു MTH എടുക്കണം. അങ്ങനെ ഞാൻ ദൈവശാസ്ത്രത്തിൽ MTH എടുക്കാനായിട്ട് ഇടവന്നു. അപ്പോൾ MTH ഒക്കെ പഠിക്കുമ്പോൾ ഒത്തിരി തീസിസൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പം ഒത്തിരി ഗഹനമായ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. എനിക്ക് കൊറോണ സമയത്തായിരുന്നു അതിൻ്റെ തീസിസൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും റെഫറൻസ് ബുക്സ് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ബിബ്ലിക്കൽ തിയോളജിയിലാണ് MTH എടുത്തത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ജപമാലയിൽ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസസ് ഒന്നും ഇല്ല. എനിക്ക് ഒത്തിരി സ്വർഗത്തിൻ്റെ സഹായം വേണം. എന്നെക്കൊണ്ട് തന്നെ സാധിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് അതിന് വേണ്ട റെഫറൻസ് ബുക്സൊക്കെ ലഭിക്കുകയും അത് വളരെ മനോഹരമായിട്ട് MTH ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സാവാനും ഒക്കെ മാതാവിൻ്റെ വലിയ മധ്യസ്ഥം വഴിയായിട്ട് ഇടവന്നു. അങ്ങനെ ആധികാരികമായിട്ട് ദൈവശാസ്ത്രത്തെ പറ്റി പഠിക്കാനും ഒരു സാധാരണ അൽമായ ഞാൻ സിസ്റ്റേഴ്സും അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ പഠിക്കുന്ന ആ ഒരു തിയോളജി പഠിക്കാൻ, ദൈവശാസ്ത്രം പഠിക്കാനും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എന്നെ തന്നെ മാറ്റി നിർത്താനും ഒക്കെ വലിയ ഒരു ഇടപെടൽ, സ്വർഗത്തിൻ്റെ ഇടപെടൽ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ശുശ്രൂഷയുടെ മുൻപ് ഞാനൊരു സമ്പൂർണ്ണ ജപമാലയിൽ ആ ശുശ്രൂഷയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃപകൾ എൻ്റെ മേൽ ചൊരിയുന്നത് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. കഴിഞ്ഞൊരു ശുശ്രൂഷയിൽ ഞാൻ ഷെക്കിന ചാനലിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനൊരു കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോഴാണ് എനിക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഒരുങ്ങാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലായിരുന്നു. പെട്ടെന്ന് തലേന്നാണ് എന്നെ അറിയുന്നത് അടുത്ത ദിവസം ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ എനിക്ക് മാനുഷികമായിട്ട് അത് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. ഞാൻ ഒത്തിരി ക്ഷീണിതയായിരുന്നു. ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു പുതിയ ടോപ്പിക്ക് ഒരുങ്ങാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി തകർന്ന ആ ഒരു മനസ്സുമായിട്ട് ഈശോയെ ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ അമ്മയുടെ കരം പിടിച്ചു. എനിക്ക് അങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ഞാൻ ആദ്യം അമ്മയെയാണ് വിളിക്കാറ്. അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇടപെടുന്നത് ശരിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ഞാൻ ഈ ദൈവകരുണ പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൻ്റെ പുസ്തകം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു തുറന്നപ്പോൾ അതിലെനിക്ക് ലഭിച്ച സന്ദേശം എങ്ങനെയാണ്: നിന്നിലൂടെ അനേകം ആത്മാക്കളിലേക്ക് ദൈവകരുണയുടെ സന്ദേശം എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് യഥാർത്ഥത്തിൽ യുഗാന്ത്യത്തിൻ്റെ ഒരു ശുശ്രൂഷയായിരുന്നു. ദൈവകരുണയെക്കുറിച്ച് അതിൻ്റെ മണിക്കൂറുകൾ അവസാനിക്കാറായി എന്നുള്ളൊരു ശുശ്രൂഷയായിരുന്നു. മാതാവ് വ്യക്തമായിട്ട് ആ ഒരു ശുശ്രൂഷ എന്നിലൂടെ അത് നടത്തണം, അത് ഞാൻ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് പരിശുദ്ധ അമ്മയിലൂടെ ഒരു ഉറപ്പ് തരികയും അങ്ങനെ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്, ആ ഒരു ധൈര്യം എൻ്റെ മനസ്സിൽ നിറയുകയും പരിശുദ്ധ അമ്മയോട് ഒട്ടിച്ചേർന്ന് പരിശുദ്ധ അമ്മ അതിന് വേണ്ട മാറ്ററുകളൊക്കെ ഇങ്ങനെ തിടുക്കത്തിൽ അത് എടുത്ത് തരികയും എനിക്ക് ആവശ്യമുള്ളതെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ മാതാവ് ഇറങ്ങി മാതാവ് ഗർഭിണിയാണെന്ന് അറിഞ്ഞ് തിടുക്കത്തിൽ യൂദായിലെ മലമ്പ്രദേശത്തിൽ പോയ ഒരു അനുഭവമായിരുന്നു. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ എന്നെ ഗൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയും ആ ഒരു ശുശ്രൂഷ ഞാൻ സാധാരണ ഒരുങ്ങി ചെയ്യുന്ന ശുശ്രൂഷയെക്കാളും ഒത്തിരി അനുഭവമാണെന്ന് പലരും പറയുകയും
ഒത്തിരി ആളുകൾ അത് ഓൺലൈനിലൂടെ കാണാനും ഇടവന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. എൻ്റെ ഒരുക്കത്തെക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ അത് സ്വർഗീയമായൊരു ശുശ്രൂഷയാക്കി മാറ്റും എന്ന് പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ തീരുമാനങ്ങൾ എടുക്കാനും ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുങ്ങാനും ജപമാല എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ശരിക്കും എൻ്റെ കയ്യിൽ ജപമാല പിടിച്ച് ഞാൻ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ജപമാല ഉണ്ടാവും. ശരിക്കും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ധൈര്യം, പരിശുദ്ധ അമ്മേൻ്റെ കയ്യിൽ എന്നെ പിടിച്ചിരിക്കുന്ന ഒരു ധൈര്യമാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല കരങ്ങൾ പിടിച്ച് ഓരോ ശുശ്രൂഷാ വേദികളിൽ നിൽക്കുമ്പോഴും ഞാൻ അനുഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. കാരണം എൻ്റെ മാനുഷികതയിൽ എനിക്കൊരിക്കലും ഒരു ജനത്തെ അഭിമുഖീകരിക്കാനോ ഒരു ക്യാമറയെ അഭിമുഖീകരിക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല. ഞാൻ ഒത്തിരി ഭയത്തിന് അടിമയായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവികാരുണ്യ സന്നിധിയിലിരിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വ്യക്തിത്വം തന്നെ മാറിപ്പോവുകയും എന്നിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്യുകയും ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ട കൃപാവരങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് എന്നിൽ നിറയുന്നതും എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ജപമാലയിലൂടെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിൽ ഏതാനും കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശുശ്രൂഷ മേഖലയിലായിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തൈറോയിഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ശരീരത്തിലൊന്നും അനുഭവിക്കുന്ന ഒരവസ്ഥയില്ല. എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രേരണ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു പ്രേരണ കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കണം, തൈറോയിഡ് ഒന്ന് പരിശോധിക്കാനായിട്ട് സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടറോട് പറയുകയും അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ തൈറോയിഡിൽ മുഴയുണ്ടെന്ന് തിരിച്ചറിയുകയും അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് അത് മറ്റൊരു മെഡിക്കൽ സയൻസിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടല്ലാതെ ശരിക്കും ഈശോ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് അതെനിക്ക് ജപമാലയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആ രോഗം എനിക്ക് തിരിച്ചറിയാനായിട്ട് ഇടവന്നത്. അങ്ങനെ ആ രോഗം അത് സ്കാൻ ചെയ്ത് അതിൻ്റെ ഇനീഷ്യൽ സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്തു. അപ്പോൾ സർജറി ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ശരിക്കും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഒരു ശബ്ദത്തെ പറ്റിയുള്ളൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജപമാലയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഉറപ്പ്, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ ഇതിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നൊരു ഉറപ്പ് എനിക്ക് ലഭിക്കുകയും അങ്ങനെ ഞാൻ ഒരു സർജറിക്ക് വേണ്ടി ഈവൻ മരിക്കേണ്ടി വന്നാൽ പോലും കുഴപ്പമില്ല എന്നുള്ളൊരു ധൈര്യത്തിന് വേണ്ടി ഞാൻ രോഗീലേപനം വരെ സ്വീകരിച്ചിട്ടാണ് ഞാൻ വേറെ ഒന്നും എനിക്ക് ബോധറേഷനില്ല. എൻ്റെ ആത്മാവ് അഥവാ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ പോലും മരിക്കേണ്ടി വന്നാൽ പോലും കുഴപ്പമില്ല എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ രോഗീലേപനമൊക്കെ സ്വീകരിച്ച് ഞാൻ സർജറിയിലൂടെ കടന്നുപോയി. സർജറി കഴിഞ്ഞ് ബോധം വന്നപ്പോൾ മുഴുവനും എൻ്റെ കയ്യിൽ ജപമാല പിടിച്ച് ഞാൻ നന്മ നിറഞ്ഞു പറയും കണ്ടിന്യൂസ് ആയിട്ട് രഹസ്യം അങ്ങനെ ചെല്ലാൻ എനിക്ക് അപ്പം പറ്റില്ലായിരുന്നു. ആ ബോധം ചെറിയൊരു ബോധം വന്നപ്പോഴും കംപ്ലീറ്റ് ഞാൻ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു സർജറി കഴിഞ്ഞിരുന്നത്. പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് അത് വലിയൊരു വിപത്താകാമായിരുന്ന ഒരു കാര്യം, അത് വളരെ അത്ഭുതകരമായിട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ വഴിയായിട്ട് ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ലാതെ ആ ഒരു രോഗം കണ്ടെത്താനും അത് റിമൂവ് ചെയ്യാനും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വീണ്ടും ശുശ്രൂഷ ജീവിതം തുടർന്നുകൊണ്ട് പോകാനും ഒക്കെ എനിക്കിട വന്നു. അത് പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് ഉണ്ടായ ഒരു കാര്യം, ഞാനെപ്പോഴും ഡ്രൈവ് ചെയ്യാനൊക്കെ കുറേ കാലം ഡ്രൈവ് ചെയ്യാൻ പേടിയായിട്ട് മാറി നിന്നൊരു വ്യക്തിയാണ്. പിന്നീട് ഞാൻ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ജപമാലയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു കൃപ എനിക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ലഭിക്കുകയും അങ്ങനെ ദൂരയാത്രകളിലൊക്കെ ഒത്തിരി നടത്താനൊക്കെ എനിക്ക് സാധിക്കാം. ഒരു ഭാരമില്ലാതെ ഭയമില്ലാതെ വണ്ടി ഓടിക്കാനുള്ള കൃപ ലഭിച്ചു. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ദേവസായം പള്ളിയുടെ അവിടെ പോകുന്ന സമയത്ത് ഒത്തിരി ലോങ് ട്രിപ്പാണ്. അപ്പോൾ ഹസ്ബൻഡും തന്നെ ഓടിക്കാൻ പറ്റില്ല, ഞാനും കുറച്ച് ഓടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോൾ ഒരു ടേണിങ്ങിൽ വെച്ച് ഞാനിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മയുടെ മടിയിൽ എന്നെ ഇരുത്തണം, അമ്മ വേണം വണ്ടി ഓടിക്കാൻ, അമ്മ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് ജപമാലയിൽ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു ടേണിങ്ങിൽ ഞാൻ കാണുന്നില്ല, ഞാൻ പെട്ടെന്ന് ഞാൻ മിസ്സായിപ്പോയി. ഒരു സ്കൂട്ടറുമായിട്ടൊരു വ്യക്തി, പ്രായമുള്ളൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യന് ഇട്ട് തട്ടുകയും വലിയൊരു അപകടം, മരണകരമാകാവുന്ന ഒരു അപകടത്തിൽ നിന്ന് മാതാവ് ഇറങ്ങി
വന്ന് പൊതിഞ്ഞ് ആ മനുഷ്യനെ പിടിക്കുകയും ആ മനുഷ്യന് ചെറിയൊരു പരിക്കുകളൊക്കെ ആയിട്ട് വളരെ അത്ഭുതകരമായിട്ട് രക്ഷിക്കാനും അത് വലിയൊരു എനിക്ക് തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ വാഹനം ഓടിച്ചപ്പോൾ കിട്ടിയ ഒരു വലിയ അത്ഭുതമാണ് എന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് കിട്ടിയെന്ന് ഞാൻ ബോധ്യപ്പെടുകയും എനിക്കത് വലിയൊരു വിശ്വാസം, ആഴമായൊരു വിശ്വാസം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെട്ട ഒരു വിശ്വാസം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഇത് വലിയൊരു അനുഭവമായിരുന്നു. അത് ശരിക്കും ആ ഒരു വ്യക്തി മരിക്കാൻ തക്ക വിധത്തിലുള്ള മാരകമായൊരു അപകടത്തിൽ നിന്ന് മാതാവ് പൊതിഞ്ഞു പിടിച്ച ഒരു അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണത്. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.